ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്ന ഉദ്ദേശത്തോടെ ജാഫ്നയിലെത്തിയതാണ് ഇന്ത്യൻ സമാധാന സംരക്ഷണ സേന. എന്നാൽ ഒടുവിലവർ LTTEയുമായി യുദ്ധത്തിലായി. ഭാരതം തങ്ങളുടെ അമ്മയാണെന്നിടയ്ക്കെല്ലാം ആവർത്തിച്ചിരുന്ന പ്രഭാകരൻ ഒരിക്കൽ ഇന്ത്യൻ സേനയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ജാഫ്നയിൽ ഇന്ത്യൻ സേനയ്ക്ക് പലപ്പോഴും പ്രഭാകരന്റെ ഗറില്ല പോരാളികളോട് ഏറ്റുമുട്ടേണ്ടി വന്നു. ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ ആവർത്തിച്ചു. ഒടുവിൽ LTTEയെ നിരായുധീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ പവൻ എന്നൊരു പരിപാടി തന്നെ അവർ തുടങ്ങി. അതിന്റെ ഭാഗമായി തമിഴ് പുലികളുടെ ആശയവിനിമയ സംവിധാനങ്ങൾ പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ആണ് ആദ്യം ചെയ്തത്. ഈ ഘട്ടത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന 200-ലധികം തമിഴ് പുലികളെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒട്ടും വൈകാതെ തിരിച്ചടി നൽകുകയാണ് LTTEയുടെ രീതി. അവർ തെല്ലിപ്പിള്ളി എന്ന സ്ഥലത്ത് പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ 4 ഇന്ത്യൻ സൈനികർ മരിച്ചു. തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ സേനയുടെ ഒരു വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ടു. തീവയ്പിൽ പട്ടാള വാഹനങ്ങളിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സേന ഉയർത്തിയ വെല്ലുവിളി ഗൗരവത്തോടെ തന്നെ പ്രഭാകരൻ ഏറ്റെടുത്തു. പ്രഭാകരന്റെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹം രൂപപ്പെടുത്തിയ സൈന്യമാണ്. ചിട്ടയോടെ രൂപപ്പെടുത്തിയിട്ടുള്ള ആ സൈന്യത്തിന് 4 വിഭാഗങ്ങളുണ്ട്. സൈനിക നടപടികൾ നിയന്ത്രിക്കുന്ന ഓപ്പറേഷണൽ യൂണിറ്റ്, നയരൂപീകരണം നടത്തുന്ന ഇന്റലിജൻസ് യൂണിറ്റ്, രാഷ്ട്രീയ നേതൃത്വം, സാമ്പത്തിക നേതൃത്വം എന്നിവ. തന്റെ ആവശ്യങ്ങൾ അന്തർദേശീയ തലത്തിലെത്തിക്കാനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായ സാമ്പത്തിക പിന്തുണ ഉൾപ്പെടെ നേടിയെടുക്കാനും പ്രഭാകരന് കഴിഞ്ഞിരുന്നു. രഹസ്യ സ്വഭാവമുള്ള വ്യാപാരങ്ങളിലൂടെ LTTEയുടെ സാമ്പത്തിക ഭദ്രത അയാൾ കൃത്യമായി നിലനിർത്തി. ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കൂട്ടി. ഒളിപ്പോരിൽ തമിഴ് പുലികൾക്കുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് ഇന്ത്യൻ സമാധാന സേനയ്ക്ക് കൃത്യമായ ധാരണ ആ ഘട്ടത്തിലുണ്ടായിരുന്നില്ല. അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ പലതും അപൂർണമായിരുന്നു. അതേസമയം ശ്രീലങ്കയിലെ ഇന്ത്യൻ സേനയുടെ ഓരോ നീക്കവും LTTE അപ്പോഴപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സമാധാന സേന അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് LTTEയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ജാഫ്ന യൂണിവേഴ്സിറ്റി പ്രഭാകരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട LTTE നേതാക്കളുടെ ഒരു താവളമാണെന്ന് ഇന്ത്യൻ സമാധാന സേന മനസ്സിലാക്കിയിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒക്ടോബർ 10 അവർക്കിത് സംബന്ധിച്ച് ഒരു വിവരം കിട്ടി. ഒക്ടോബർ 11 രാത്രിയിൽ ജാഫ്ന യൂണിവേഴ്സിറ്റിയിൽ LTTEയുടെ പ്രധാന നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു യോഗം നടക്കുന്നുണ്ട്. വേലുപ്പിള്ള പ്രഭാകരനും ഇപ്പോൾ LTTEയുടെ 2ാമത്തെ നേതാവെന്നറിയപ്പെട്ടു തുടങ്ങിയ ഗോപാലസ്വാമി മഹേന്ദ്രരാജയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. പ്രഭാകരനെ പിടികൂടാനും അതുവഴി LTTE നേതൃത്വത്തെ ഒന്നാകെ കീഴടക്കാനുമുള്ള സുവർണ അവസരമാണിതെന്ന് ഇന്ത്യൻ സേന കരുതി. അതിനുവേണ്ടി ഒരു പദ്ധതിക്ക് അവർ രൂപം നൽകി. പാരാമിലിറ്ററി കമാൻഡോകൾ ഉൾപ്പെടെ 400ഓളം സൈനികരെ ഉപയോഗിച്ച് രാത്രിയിൽ ഒരു നിശബ്ദ നീക്കത്തിലൂടെ അവരെ കീഴടക്കാനാണ് ഉദ്ദേശിച്ചത്. ജാഫ്ന യൂണിവേഴ്സിറ്റിയുടെ പരിസരം വിജനമായ ഒരിടമല്ല.
യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഹെലിപാഡുകളായി ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളുമില്ല. അതിനാൽ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെയാണ് പാരാമിലിറ്ററി കമാൻഡോകൾ ഇറങ്ങേണ്ടത്. മറ്റുള്ള സൈനികർ അവരുടെ തോക്കുകളുമായി യൂണിവേഴ്സിറ്റി വളഞ്ഞ് കാത്തിരിക്കണം. യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ ഗ്രൗണ്ടും ഒരു ചെറിയ കളിസ്ഥലവും മാത്രമാണ് അവിടെ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ളത്. അപ്രതീക്ഷിതവും മിന്നൽ വേഗത്തിലുള്ളതുമായിരിക്കണം ആക്രമണം. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് LTTE പോരാളികളെ കീഴടക്കണം. അതിൽ വിജയിച്ചാൽ ആൾനാശവും പരമാവധി കുറയ്ക്കാം. അവർ കണക്കുകൂട്ടി. ഇന്ത്യൻ സമാധാന സേനയുടെ വയർലെസ് സന്ദേശങ്ങൾ LTTE ചോർത്തിയെടുക്കുന്നുണ്ടെന്ന വിവരം ഇന്ത്യൻ സേന മനസ്സിലാക്കിയില്ല. ആ സന്ദേശങ്ങളിലൂടെ ഇന്ത്യൻ സമാധാന സേനയുടെ ജാഫ്ന യൂണിവേഴ്സിറ്റി ആക്രമണ പദ്ധതി LTTE വിശദമായി മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യൻ സമാധാന സേന കരുതിയതുപോലെ പ്രഭാകരനും സംഘവും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായ ഒരു കെണിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. ഒക്ടോബർ 11 രാത്രി 8 മണിയോടെ നേരത്തെ ആസൂത്രണം ചെയ്തതനുസരിച്ച് ഇന്ത്യൻ സമാധാന സേനയുടെ സൈനികർ ജാഫ്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്തെത്തി. 40 പാരാമിലിറ്ററി കമാൻഡോകളെ ഹെലികോപ്റ്റർ വഴി ജാഫ്ന യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്തിച്ചു. സൈനിക നടപടി തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈനികരെ അമ്പരപ്പിച്ചുകൊണ്ട് നാലുപാടുനിന്നും അവർക്ക് നേരെ വെടിയുണ്ടകൾ ചീറി വന്നു. കെട്ടിടങ്ങൾക്ക് മുകളിലും ക്യാമ്പസിലെ മരങ്ങൾക്ക് മുകളിൽ പോലും മറഞ്ഞിരിക്കുന്ന LTTE പോരാളികൾ തങ്ങൾക്ക് നേരെ വെടിവെക്കുകയാണെന്ന് അവർ വൈകാതെ മനസ്സിലാക്കി. ചുറ്റും ഇരുട്ടാണ്. തങ്ങൾ പിടിക്കപ്പെട്ടുവെന്ന് സൈനികർ തിരിച്ചറിഞ്ഞു. ജാഫ്ന യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ ഉദ്ദേശിച്ച സൈനിക നടപടി അവരവസാനിപ്പിച്ചു. പക്ഷേ അതിനുള്ളിൽ കുടുങ്ങിപ്പോയ സൈനികരെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല. അവരെ തമിഴ് പുലികൾ വളഞ്ഞുകഴിഞ്ഞു. ക്യാമ്പസിനുള്ളിൽപ്പെട്ട സൈനികർ ഇരുട്ടിൽ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇതിനിടയിൽ ഇന്ത്യൻ സേനയും ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിലുള്ള ആശയവിനിമയ ബന്ധം തകർന്നിരുന്നു. ക്യാമ്പസിനുള്ളിൽ ആശയവിനിമയം നടത്താൻ ചുമതലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ പുലികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വേറെയും സൈനികർക്ക് ജീവൻ നഷ്ടമായി. ആരൊക്കെയാണ് ഒപ്പമുള്ളതെന്നോ ആരൊക്കെ കൊല്ലപ്പെട്ടുവെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യൂണിവേഴ്സിറ്റിക്കുള്ളിൽ അകപ്പെട്ട ഇന്ത്യൻ സൈനികർ പോരാട്ടം തുടർന്നു. നേരം വെളുക്കുമ്പോൾ ഇന്ത്യൻ സമാധാന സേന കൂടുതൽ കരുത്തോടെ എത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ. പക്ഷെ നേരം പുലർന്നപ്പോൾ ക്യാമ്പസിനുള്ളിലെത്തിയ ഇന്ത്യൻ സൈനികരിൽ 3 പേർ മാത്രമേ ജീവനോടെ അവശേഷിച്ചിരുന്നുള്ളൂ. അവർ ധൈര്യം വെടിയാതെ പോരാട്ടം തുടർന്നു. അത് അധികനേരം തുടരാൻ കഴിയുമായിരുന്നില്ല. വൈകാതെ അവശേഷിച്ചവരിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടു. ശേഷിച്ച ഒരാൾ LTTEയുടെ പിടിയിലായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അതേസമയം പുറത്ത് കാത്തുനിന്ന സൈനികർക്ക് അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. LTTEയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പിടിച്ചടക്കാമെന്ന പ്രതീക്ഷയോടെ കാത്തുനിന്ന അവർക്ക് നേരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിന്ന് ആക്രമണവും തുടങ്ങിയിരുന്നു. കെട്ടിടങ്ങൾക്ക് മുകളിലും മരങ്ങൾക്ക് മുകളിലും ഇരുന്ന് LTTE പോരാളികൾ പുറത്തു നിൽക്കുന്ന ഇന്ത്യൻ സൈനികരെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. വൈകാതെ അവരെല്ലാം LTTEയുടെ പിടിയിലായി.
ജാഫ്ന യൂണിവേഴ്സിറ്റി ആക്രമണത്തിലുണ്ടായ കനത്ത തിരിച്ചടി ഇന്ത്യൻ സേനയ്ക്ക് വലിയ ആഘാതമായിരുന്നു. ഇനിയിപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് LTTEയുടെ പിടിയിലകപ്പെട്ട സൈനികരെ മോചിപ്പിക്കുകയാണ്. ചെന്നൈയിലുള്ള ആർമിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടിയന്തരമായി ശ്രീലങ്കയിലെത്തി. അവരും കൂടി ചേർന്ന് ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ജാഫ്നയിലെ 90% താമസക്കാരും LTTEയുടെ അനുഭാവികളോ അവരെ ഭയന്ന് കഴിയുന്നവരോ ആണ്. ഇന്ത്യൻ സേനയെ അവർ ശത്രുക്കളായേ കാണൂ. അവരുടെ സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനാൽ ജാഫ്നയ്ക്ക് പുറത്തുനിന്ന് അവിടം വളയാനാണ് തീരുമാനം. പക്ഷേ മുന്നോട്ടുള്ള ഓരോ നീക്കവും ദുഷ്കരമായിരുന്നു. പലയിടത്തും സേനയും പുലികളും തമ്മിൽ ഏറ്റുമുട്ടി. പുലികളുടേത് ഒളിപ്പോരാണ്. അതുകൊണ്ടുതന്നെ കൂടുതൽ ആൾനാശം സംഭവിച്ചത് ഇന്ത്യൻ സേനയ്ക്കാണ്. ഇത് ഇന്ത്യൻ പാർലമെന്റിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാരണമായി. ലോകത്തിലെ തന്നെ 3ാമത്തെ സൈനിക ശക്തിയെന്ന് അഭിമാനിക്കുന്ന രാജ്യം കേവലം ഒരു ഗറില്ല പോരാളി സംഘത്തിന് മുന്നിൽ പതറുകയാണോ? ചോദ്യങ്ങൾ ഉയർന്നു. ഇനി കാത്തിരിക്കാതെ കർക്കശമായ സൈനിക നടപടിയിലേക്ക് കടക്കാൻ ഇന്ത്യൻ സേന തീരുമാനിച്ചു. കൂടുതൽ സൈനികർ ശ്രീലങ്കയിലെത്തി. പക്ഷേ പ്രഭാകരന്റെ സൈനികർ കൗശലക്കാരാണ്. എവിടെയൊക്കെയാണ് അവർ കുഴിബോംബുകളും കെണികളും സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായ ഒരു മാർഗത്തിലൂടെയേ സേനയ്ക്ക് മുന്നേറാൻ കഴിയൂ. അവർ അതിനൊരു വഴി കണ്ടെത്തി. ജാഫ്ന യൂണിവേഴ്സിറ്റിക്ക് സമാന്തരമായി പോകുന്ന ഒരു റെയിൽവേ ട്രാക്കുണ്ട്. ദിവസവും നിരവധി തവണ പരിശോധന നടക്കുന്ന ആ ട്രാക്കിൽ കുഴിബോംബോ കെണിയോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആ റെയിൽവേ ട്രാക്കിലൂടെ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ജാഫ്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും പ്രഭാകരനും മറ്റുള്ള പ്രധാനപ്പെട്ട LTTE നേതാക്കളും അവിടെ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. തടവുകാരായി പിടികൂടിയ ഏതാനും ഇന്ത്യൻ സൈനികരെയും അവർ കൊണ്ടുപോയി. ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ധാരാളം സൈനികരുടെ ജീവൻ നഷ്ടമായി കഴിഞ്ഞു. പ്രഭാകരനുമായോ LTTEയുമായോ ഇനിയൊരു സന്ധി സംഭാഷണമില്ല. തമിഴ് പുലികളിൽ നിന്നും ജാഫ്നയെ പിടിച്ചെടുക്കുകയാണ് അടുത്ത ലക്ഷ്യം. പക്ഷേ മുന്നോട്ടുള്ള പോക്ക് അതീവ ദുഷ്കരമായിരുന്നു. ഏറ്റവും അപകടകരമായ സ്ഫോടക വസ്തുക്കളാണ് LTTE ഉപയോഗിക്കുന്നത്. വളരെ ദൂരെ നിൽക്കുന്നവരെ പോലും തകർത്ത് കളയാൻ ശേഷിയുള്ള ഉഗ്രസ്ഫോടനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ജാഫ്നയിൽ കണ്ടുമുട്ടുന്ന 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളോ സ്ത്രീകളോ പുരുഷന്മാരോ വൃദ്ധരോ ആരും LTTEയുടെ അപകടകാരിയായ ഒരു പോരാളിയായിരിക്കും. അതിനു പുറമെ LTTEയുടെ ആത്മഹത്യാ സ്ക്വാഡുകളും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സംഘത്തിൽപ്പെട്ടവരെ കരിമ്പുലികൾ എന്നാണ് പറയുന്നത്. സ്വന്തം ജീവൻ ബലി കൊടുത്തും ശത്രുക്കളെന്ന് കരുതുന്നവരെ വകവരുത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നവരാണ് ഇവർ. ഇന്ത്യൻ സേനയുടെ ക്യാമ്പിലേക്ക് കരിമ്പുലികളിൽ ഒരാൾ ഒരു ട്രക്ക് നിറയെ സ്ഫോടക വസ്തുക്കളുമായി ഓടിച്ചു കയറിയിട്ട് അധികകാലമായിട്ടില്ല. ക്യാമ്പിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ ട്രക്ക് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്ന് നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. അത്തരം പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമേ ഇന്ത്യൻ സൈന്യത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഈ സന്ദർഭത്തിൽ നാവികസേനയുടെ സഹായത്തോടെ അവർ LTTEയുടെ കടൽ മാർഗത്തിലുള്ള വിനിമയങ്ങൾ പൂർണ്ണമായും തടഞ്ഞു. ഒരു ഘട്ടത്തിൽ ജാഫ്നയിലേക്കുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ അവരെ വളഞ്ഞ് ഒറ്റപ്പെടുത്തി പിടികൂടാനാണ് ശ്രമം. പതുക്കെയാണെങ്കിലും ഇന്ത്യൻ സേന മുന്നേറുന്നുണ്ടായിരുന്നു.
ഇതിനിടയിൽ ഇന്ത്യൻ സേന പരിക്കേറ്റ സൈനികരെ വ്യോമമാർഗത്തിലൂടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പകരം വലിയ ഒരു സംഘം സൈനികരെ ശ്രീലങ്കയിൽ പുതുതായി വിന്യസിച്ചു. ധാരാളം യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും മറ്റും എത്തിച്ചു. വലിയ ഒരു ഏറ്റുമുട്ടലിന് അവർ തയ്യാറായിക്കൊണ്ടിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയതിനു ശേഷം 2 ആഴ്ച നീണ്ടുനിന്ന കടുത്ത പോരാട്ടം നടന്നു. LTTEയുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന നഗരങ്ങളെല്ലാം അവർ പിടിച്ചെടുത്തു. അതിനിടയിൽ 600-നടുത്ത് സൈനികരുടെ ജീവൻ ഇന്ത്യൻ സേനയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ജാഫ്നയിലെ ചെറിയ കുട്ടികൾ പോലും നിമിഷനേരം കൊണ്ട് പോരാളികളായി തങ്ങൾക്ക് നേരെ ആയുധം പ്രയോഗിക്കുന്ന കാഴ്ച അവരെ അമ്പരപ്പിച്ചു. ഒളിപ്പോരിന്റെ സാധ്യതകൾ ഈ ഘട്ടത്തിലും പ്രഭാകരൻ വിജയകരമായി ഉപയോഗിച്ചു. തന്റെ കുട്ടിപ്പോരാളികളെയും സ്ത്രീ പോരാളികളെയും മറയാക്കി പ്രഭാകരൻ കൂടുതൽ സുരക്ഷിതമായ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവർ ജാഫ്നയ്ക്ക് തെക്കുഭാഗത്തുള്ള വാവുനിയ ജില്ലയിലെ കാടുകളിലേക്ക് പിൻവാങ്ങി. വാവുനിയ, ട്രിങ്കോമാലി, ബെട്ടിക്കലോവ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രഭാകരൻ തന്റെ പുതിയ സാമ്രാജ്യം രൂപപ്പെടുത്തി. LTTEയെ തൽക്കാലം ജാഫ്നയിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും അവർ ഇന്ത്യൻ സൈന്യത്തിനുണ്ടാക്കിയ നഷ്ടം ചെറുതായിരുന്നില്ല. ഇത് ഇന്ത്യൻ സേനയെ ക്രുദ്ധരാക്കിയിരുന്നു. പ്രത്യേകിച്ചും സൈനികർക്കുണ്ടായ ജീവഹാനി. ജാഫ്നയിൽ മേൽക്കൈ നേടിയ സൈന്യം പലപ്പോഴും പകയോടെയാണ് LTTE പ്രവർത്തകരോടും അനുഭാവികളോടും പെരുമാറിയത്. അനുഭാവികളെന്ന് സംശയിക്കപ്പെടുന്നവർ പോലും ചില നേരങ്ങളിൽ ആക്രമിക്കപ്പെട്ടു. ജാഫ്നയിൽ അവർ പിടിമുറുക്കിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളായ ഒക്ടോബർ 21-22 തീയതികളിൽ ദാരുണമായ ഒരു സംഭവമുണ്ടായി. ജാഫ്ന ഉപദ്വീപിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ജാഫ്ന ജനറൽ ഹോസ്പിറ്റലിൽ ഇന്ത്യൻ സമാധാന സേനയുടെ സൈനികർ കടന്നു കയറി. ഒരു പ്രകോപനവുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ നേർക്ക് അവർ വെടിയുതിർത്തു. രോഗികളും ഡോക്ടർമാരും ഉൾപ്പെടെ 70 പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്ന് ദീപാവലിയായിരുന്നു. വിശേഷപ്പെട്ട ആ ദിനത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. LTTEയോട് കടുത്ത ശത്രുത പുലർത്തിയിരുന്ന ശ്രീലങ്കൻ സർക്കാർ പോലും ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി. What?